ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു റഫല്ലോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അതിനുവേണ്ടി 50 ഗ്രാം മൈദ, 100 ഗ്രാം പഞ്ചസാര, 50 ഗ്രാം ബദാം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ പാല്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. മൈദ ഒരു അരിപ്പയിലേക്കിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഞാൻ 1 പ്രാവശ്യം അരിക്കുന്നതാണ് കാണിക്കുന്നത്, 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഈ അരിച്ച മാവ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമും കൂടി ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു 3 ഡ്രോപ്പ് കോക്കനട്ട് എക്സ്ട്രാക്റ്റും 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി അതിലേക്കിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് ചേർക്കാം. ഞാൻ ഇവിടെ പൊടിക്കാതെയാണ് പഞ്ചസാര ചേർത്ത് ആദ്യം സ്ലോ സ്പീഡിൽ ഒന്ന് പഞ്ചസാര അതുവരെ ഒന്ന് അടിച്ചിട്ട് പിന്നെ ഒരു സ്പീഡിന് അടിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ കൂടി ഒഴിക്കാം. ചെറുതായിട്ട് സ്ലോ സ്പീഡിൽ ഒന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് സ്ലോവിൽ അടിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മൈദയും ബദാം പൊടിച്ചതും മിക്സ് അതിലേക്കിട്ട് അടിച്ചെടുക്കാം. സ്ലോ സ്പീഡിൽ വേണം അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയെങ്ങാനും ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഒരു 5 ഇഞ്ചിൻ്റെ ബാക്ക് ടിന്നിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു മൂട് കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 30 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഫ്രീ ഹീറ്റ് ചെയ്ത പാനായിരുന്നു. ഇതാ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ടൂപ്പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതാ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ക്രീം ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പൊടിച്ചതും
ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എടുക്കുന്ന ബൗളിലൊന്നും ഒട്ടും വെള്ളം നനവ് ഉണ്ടായിരിക്കരുത്. കേക്ക് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും മിൽക്ക് മേഡും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള കേക്കാണ് റഫല്ലോ കേക്ക്. എല്ലാവരും ഇത് കണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. ഒരു കേക്ക് ബോർഡിലേക്ക് ക്രീം തേച്ചിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് മിൽക്ക് മേഡും പാലും കൂടി മിക്സ് ചെയ്ത മിശ്രിതമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ ക്രീം വെച്ച് ഒന്ന് നിരത്തിയെടുക്കാവുന്നതാണ്. അതിലേക്ക് കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ചിപ്പ് അത് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മിൽക്ക് മേഡ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയർ കൂടി വെച്ച് ആ പാലിൻ്റെയും മിൽക്ക് മേഡിൻ്റെയും മിശ്രിതം നന്നായി ചേർത്തൊന്ന് നനച്ചെടുക്കാം. ക്രീം വെച്ച് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ക്രീമെല്ലാം പതുക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ടും ബദാം പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കേക്കിലേക്ക് കുറേശ്ശെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
നന്നായിട്ട് വന്നിട്ടുണ്ട്. പതുക്കെ ഇതൊന്ന് വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് റവല്ലോസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഒരു ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതിലേക്ക് നമുക്ക് ബദാം അരിഞ്ഞത് കൂടി ചിറ്റാതെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അത് ഞാൻ മറന്നുപോയി. സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും കാണണം.